ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആവശ്യപ്രകാരം ദ്വാരപാലക ശില്പങ്ങൾ പൊതിയാൻ സ്വർണം നൽകിയതായി സ്പോൺസർമാർ. ശബരിമലയിൽ ഒരു വഴിപാടായാണ് ഇത് ചെയ്തത്. ചെമ്പ് പാളികളാണ് സ്വർണം പൊതിയുന്നതിന് വേണ്ടി ലഭിച്ചത് എന്ന് സ്പോൺസർമാർ തന്നെ വ്യക്തമാക്കുന്നു. പാളികൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയത് അനന്തസുബ്രഹ്മണ്യവും ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടിയും ചേർന്നാണെന്ന് സ്പോൺസർ രമേശ് റാവു പറഞ്ഞു. സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഏറ്റവും പുതിയ പ്രതികരണങ്ങൾ വന്നിരിക്കുകയാണ്. അതായത് 2019 ദ്വാരപാലക ശില്പങ്ങൾ സ്വർണം പൊതിയാൻ അല്ലെങ്കിൽ സ്വർണം പൂശാൻ സംഭാവന നൽകിയ ആളുകളുടെ പ്രതികരണമാണ് വന്നത്. രമേശ് റാവു, അനന്തസുബ്രഹ്മണ്യം ഈ രണ്ടുപേരാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൂടാതെ ഇത് സംഭാവനയായി ശബരിമലയിലേക്ക് നൽകിയത്. ഏതായാലും അതിൽ രമേശ് റാവു ഇതിനു വേണ്ട സ്വർണം നൽകിയെന്നാണ് പ്രതികരിച്ചിരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊന്നും തനിക്കറിയില്ല. വിവാദങ്ങളിൽ വലിയ വിഷമമുണ്ട് എന്നാണ് രമേശ് റാവുവിൻ്റെ പ്രതികരണം. இந்த மாதிரி ஒரு ஆஸ்பிரன்சிட்டி வந்துக்குதான்ட்டு கிருஷ்ணன் எங்களுக்கு சொன்னார். சமயம் பார்க்குறேன், யோசனை பண்ணி நான் பார்க்குறேன், எனக்கு ஆனால் நான் பண்ணுறேன்னு சொன்னேன். சரி அம்மாவுக்கு நான் ஓகே எனக்கு வீட்டில் டிஸ்கஸ் பண்ணேன். எனக்கு ஒரு குஷியாச்சு. எனக்கு ஒரு நான் ஒரு புண்ணியம் பண்ணிக்கிறேன். நான் எனக்கு ஒரு புண்ணியம் ஆகிது, புண்ணியம் வந்துக்குது, நான் பண்ணலான்னு சொல்லிட்டு ഉണ്ണികൃഷ്ണனுக்கு நான் കമ്മിറ്റ്മെൻ്റ് ആണ് സാർ. അനന്തസുബ്രഹ്മണ്യവും സമാനമായിട്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തിയിട്ടുള്ളത്. അതായത് ഉണ്ണികൃഷ്ണന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ഉദ്യമം ഏറ്റെടുത്തത്. അയ്യപ്പനെ സേവിക്കാനുള്ള ഒരു അവസരമായാണ് അത് കണ്ടത് എന്നും ഈ അനന്തസുബ്രഹ്മണ്യവും പറയുന്നു. ഇവർ രണ്ടുപേരും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ വിഷയത്തിൽ ഇടപെട്ടതും സംഭാവനയായി നൽകിയതും. ഏതായാലും ഇവിടെ ഉയരുന്നൊരു ചോദ്യം, 1998 വിജയ് മല്യ നൽകിയ സ്വർണം ഇപ്പോൾ എവിടെ പോയി? 2019 ഇവർക്ക് നൽകിയത് ചെമ്പ് പാളികളാണ് എന്ന് ഈ രണ്ടുപേരും പറയുന്നുണ്ട്. അപ്പോൾ ആ സ്വർണം എവിടെ പോയി എന്നുള്ള ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനുത്തരം പറയേണ്ടത് ദേവസ്വം ബോർഡ് തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഏതായാലും ദേവസ്വം വിജിലൻസ് ഈ രണ്ടുപേരോടും ഈ രണ്ട് സ്പോൺസർമാരോടും വിശദീകരണം ചോദിച്ചിട്ടുണ്ട്. അവർ അതിനുള്ള മറുപടി കൃത്യമായി നൽകിയിട്ടുമുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ നാളെ ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി അടുത്ത ദിവസം തിരുവനന്തപുരത്തേക്ക് എത്താൻ അറിയിച്ചിട്ടുമുണ്ട്. അദ്ദേഹം തിരുവനന്തപുരത്ത് എത്തിയിട്ടുമുണ്ട്.